പൊട്ടാനാ നീ കൊറേ കുറ്റം പറഞ്ഞോണ്ട് നടന്നതല്ലേ എന്നിട്ട് നീ പോയി ഫോട്ടോ എടുത്തു. ഞാനായിട്ടൊന്നും തുടങ്ങി വെച്ചിട്ടില്ല ഒരു പ്രശ്നം. ഞാൻ തുടങ്ങി വെച്ചിട്ട് സ്വന്തം അച്ഛന്റെ പേര് വലിച്ചു കീറി നശിപ്പിക്കുന്നത് കണ്ടിട്ട് അത് സബ്സ്ക്രിപ്ഷൻസ് ആരംഭിച്ചിട്ട് അതിന്റെ ഉള്ളിൽ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടൊക്കെ കണ്ട് കിച്ചുവിന്റെ ഫ്രണ്ട്സിന്റെ അവരുടെ അമ്മയും മകനും എന്ത് വെള്ളം ചെയ്തു. പക്ഷെ ഒരു കുഞ്ഞു മകനില്ലേ, സുചേട്ടന്റെ ചെറിയ മകനില്ലേ, അവന് കിച്ചു എന്ന് വെച്ചാൽ ജീവനാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗുരുമന്ത്ര അപ്ഡേറ്റും ഗുരുമന്ത്രയിലെ പുതിയ പുതിയ പ്രോഡക്റ്റുകളും പുതിയ അപ്ഡേഷനൊക്കെ ഈ വീഡിയോയുടെ അവസാനം ഉണ്ടാവും. അത് മിസ്സാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേണുവിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. രേണുവിന്റെ വീഡിയോ ചെയ്ത ഭയങ്കര റീച്ചാണ്. കൊട്ടപ്പടി കിട്ടും, കഞ്ഞി കുടിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ടാക്കി തരുന്ന എല്ലാ യൂട്യൂബേഴ്സിന്റെയും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെയും അന്നപൂർണേശ്വരി ആയിട്ടുള്ള രേണുസുതിയെ അങ്ങനെയാണല്ലോ ഇപ്പൊ വാഴ്ത്തി പാടിക്കൊണ്ടിരിക്കുന്നത്. രേണുസുതിയാണ് എല്ലാവരുടെ അന്നത്തിനുള്ള വകുപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നത്. രേണുസുതി എന്ന് പറഞ്ഞൊരു #ടാഗ് ഇട്ടിട്ടുണ്ടെങ്കിൽ റീച്ചോട് റീച്ചാണത്. പക്ഷെ എന്തോ ആ അന്നപൂർണേശ്വരി എന്നെ അങ്ങോട്ട് കടാക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ റീച്ചും ഇല്ല. രേണുവിന്റെ വീഡിയോ ഇട്ട എങ്ങനെയും നിരങ്ങി 2000 എത്തിയാലായി എന്ന് കരുതിക്കൊണ്ട് ഞാൻ രേണുവിന്റെ വീഡിയോ നിർത്താനൊന്നും പോകുന്നില്ല. എന്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയും, കാണേണ്ടവരെ കണ്ടാൽ മതി. പിന്നെ പ്രത്യേകിച്ച് ഞാൻ തെരുവാക്കുകൾ യൂസ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേണ്ട, എനിക്ക് എന്നാലും എന്റെ അഭിപ്രായങ്ങൾ എനിക്ക് പറയാലോ. കാണേണ്ടവരെ കണ്ടാൽ മതിയെന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കഴിഞ്ഞ ദിവസം ഷെഫിനെത്ത ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ അല്ല, ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കുരു പൊട്ടുന്നവർക്കൊക്കെ പൊട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചുവിന്റെ കൂടെ നിന്നിട്ടൊരു ഫോട്ടോയും പിന്നെ ഒരു അമ്മാവും മകന് ആ ഒരു റിലേഷൻ കാണിക്കുന്ന രീതിയിലുള്ള ഒരു മ്യൂസിക്കോട് കൂടിയിട്ടുള്ള ഒരു ഫോട്ടോ. ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആരുദ്ദേശിച്ചാണ് ഇട്ടേന്നുള്ളത്. ആർക്കാണ് കുരു പൊട്ടുക എന്ന് ഇത്ത ഉദ്ദേശിച്ചത് എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. കുരു പൊട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ അറിയിക്കാൻ വരില്ലെന്നാണ് സത്യത്തിൽ ഞാൻ കരുതിയത് ഗൈസ്. പക്ഷെ കുരുപൊട്ടിയാള് 24 മണിക്കൂർ തികയുന്ന മുമ്പായി തന്നെ വന്നു. എനിക്ക് കുരു പൊട്ടിയിട്ടില്ലട്ടോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുരുപൊട്ടിയാൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഈ പറഞ്ഞ പോലെ രേണുവിന്റെ കുടുംബവും തമ്മിലുള്ള ഒരു പ്രശ്നം സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് വലിച്ചിട്ടത് ഇപ്പോഴല്ല, പണ്ട് മുതലേ വലിച്ചിട്ടത് രേണു തന്നെയാണ്. കാരണം റീച്ചിന് വേണ്ടിയിട്ട്, രേണുവിന്റെ കഞ്ഞി കുടിക്കുക അല്ലെങ്കിൽ രേണുവിനുള്ള ഒരു വകുപ്പിന് വേണ്ടിയിട്ട്, പൈസക്കുള്ള ഒരു വകുപ്പിന് വേണ്ടി എല്ലാ കാര്യങ്ങളും രേണു തന്നെയാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ ഇട്ട് കൊടുത്ത് രേണു അത് ആസ്വദിച്ച് നിന്നത്. രേണു ഒരു വരുമാനം വരുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന്, ഇപ്പുറത്ത് തെറി കേട്ടാൽ എന്താ, ഇപ്പുറത്ത് വരുമാനം വരുന്നുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ പലരും പറയുന്ന പല കാര്യങ്ങളും രേണു കണ്ണടച്ച് കളഞ്ഞു. ഇതൊക്കെ നിർത്തലാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വഴികളുണ്ടായിരുന്നു, നമ്മളെ മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിർത്തലാക്കാൻ ഒരുപാട് വഴികളൊക്കെ ഉണ്ട്. പക്ഷെ രേണു അതൊന്നും സ്വീകരിക്കാതെ രേണു ഇതൊക്കെ എൻജോയ് ചെയ്തിരുന്നു. ഇപ്പോൾ രേണുവിന്റെ കുടുംബത്തെ കയറി കളിച്ചു. കാരണം കുടുംബമാണല്ലോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു യൂട്യൂബറിന്റെ കാര്യമല്ലോട്ട് പറയുന്നത്, എല്ലാവരും രേണു കുടുംബം സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുത്തുകൊണ്ടല്ലേ എല്ലാവരും കയറി കളിക്കുന്നത്. ഇപ്പൊ അതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് രേണു വന്നിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ രേണുവിന്റെ സോഷ്യൽ മീഡിയയിൽ ചീത്തപ്പേര് ഒഴിവാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകാം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഉപദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ നല്ല കാര്യം പറഞ്ഞുകൊണ്ട് വീട്ടിലൊന്നും രേണു ഭയങ്കര ഇതില്ലെന്നേ. എന്നാലും നമുക്ക് പറയാനുള്ളത് പറയാം. ഞാനൊരു കുഞ്ഞു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. നിങ്ങൾ ഓർക്കും ഇതെന്താ എല്ലാ സോഷ്യൽ മീഡിയയിൽ പ്രശ്നം, കുടുംബ പ്രശ്നം തീർക്കാനാണ് സോഷ്യൽ മീഡിയ. ഞാനായിട്ടൊന്നും തുടങ്ങി വെച്ചിട്ടില്ല ഒരു പ്രശ്നം. ഞാൻ തുടങ്ങി വെച്ചിട്ടുമില്ല, എനിക്ക് എൻ്റെ ആവശ്യമില്ല. ഒരു കാര്യം പ്രശ്നമുണ്ട് സോഷ്യൽ മീഡിയയിലെ പ്രശ്നം. അത് രേണു പറഞ്ഞാൽ ശരിയാണ്. സോഷ്യൽ മീഡിയയിലൊന്നും കുടുംബം ഇട്ട് കൊടുക്കേണ്ട ആവശ്യം രേണുവിനും ഇല്ല, പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ റീച്ച് ഉണ്ടാക്കാനായിട്ട് വേണമായിരുന്നല്ലോ. സ്ക്രീൻഷോട്ടിന്റെ കാര്യം മക്കൾക്ക് കൊടുത്ത് എന്താണ് ഇങ്ങനെ പറയുന്നത്, 500 രൂപയോ കൊടുത്തിട്ടുള്ളൂ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നവരുടെ ഇത് ഞാൻ തുടങ്ങി വെച്ചതല്ല. ഞാൻ ഒന്നും കൊടുത്തിട്ടില്ലെന്ന് ഷഫീന ബീവി എന്ന് പറയുന്ന തീർത്താത്ത പറഞ്ഞതിന്റെ ഉത്തരമാണ്. പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എനിക്കത് കാണിക്കേണ്ട അവസ്ഥ വന്നത്. അതുപോലെ എൻ്റെ അപ്പൻ ഈ 2 ദിവസം മുമ്പല്ലേ രേണു വന്നിട്ട് പറഞ്ഞത്, എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, നിന്റെ ചാനലല്ല ഞാൻ ജീവിക്കുന്നത്, അതുകൊണ്ട് നിന്നെ എനിക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലടി എന്ന് രേണു പറഞ്ഞിട്ട് പിന്നെ എന്തിനാ രേണു സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കുന്നത്? എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് രേണു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ബോധിപ്പിക്കുന്നേ? ഇപ്പൊ പറയുന്നു ഷഫീനത്ത പറഞ്ഞുകൊണ്ട് മാത്രമാണ് ആ സ്ക്രീൻഷോട്ട് കാണിച്ചത്. നിങ്ങൾക്ക് ആരെയും ബോധിപ്പിക്കണ്ടെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ കാണിച്ചത്? ഡബിൾ സ്റ്റാൻഡ്. പിന്നെ മറുപടി രേണു എന്ത് ചോദിച്ചാലും നാട്ടുകാർ എന്ത് ചോദിച്ചാലും അതിനുള്ള മറുപടി ആയിട്ട് വരുന്നുണ്ട്. അതായത് നാട്ടുകാരെ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വെച്ച് ജീവിക്കുന്ന രേണു അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ തയ്യാറായി തന്നെ നിൽക്കുന്നത്. ആരും ബോധിപ്പിക്കേണ്ട എന്ന് രേണു പറയുന്നത് ഇനി നിർത്തുക. രേണു എല്ലാവരും ബോധിപ്പിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. കാരണം ഇവരൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ രേണുവിന്റെ കഞ്ഞികൂടി അപ്പോൾ നിൽക്കും. സുധിച്ചേട്ടൻ മരിക്കുമ്പം സീരിയസ് ആയിട്ട് കിടക്കുന്നു. ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അന്വേഷിച്ചാൽ അറിയാം. കോട്ടയം മെഡിക്കൽ കോളേജിൽ സീരിയസ് ആയിട്ട് കിടക്കുകയായിരുന്നു അദ്ദേഹം. മനസ്സിലായല്ലോ. അതുപോലെ ട്യൂബിട്ട് യൂറിൻ പോലും പോലെ ബ്ലഡ് വന്നുകൊണ്ട് അദ്ദേഹം ട്യൂബിട്ട് കിടന്ന അവസ്ഥയിലായിരുന്നു. സുധിച്ചേട്ടൻ്റെ മരണ ദിവസം പുള്ളി സുധിച്ചേട്ടൻ്റെ ഡെഡ് ബോഡി പോലും കാണാനുള്ള ഇത് വന്നില്ല. അതുപോലെ തല കറങ്ങി അദ്ദേഹത്തിന് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. അതുപോലെ പുള്ളിക്ക് സീരിയസ് ആയിട്ട് കിടന്ന സമയത്തായിരുന്നു സുധിച്ചേട്ടൻ്റെ മരണം. അല്ലാതെ പപ്പ ഈ പൈസ ഒന്നും അടിച്ച് കാണിക്കാനൊന്നും നോക്കിയിട്ട്
അതായത് വീഡിയോയില് എന്ത് പറയുന്നു അതിനുള്ള എക്സ്പ്ലനേഷനായിട്ട് രേണു വരും. രേണുവിനെ മോശം പറയുന്ന, തെറി പറയുന്ന, രേണുവിന്റെ മുഖത്ത് നോക്കി രണ്ട് വർത്താനം പറയുന്ന, സ്പെഷ്യലി മോശം വാക്കൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ രേണു അതിനുള്ള മറുപടി ആയിട്ട് വരും. പിന്നെ ആരെയും നോക്കിയല്ല ജീവിക്കുന്നത് എന്നുള്ളത് ഇനി പറയണ്ട വേണം, ഇനി പറയണ്ട. എനിക്കിതൊക്കെ ഓർക്കുമ്പോൾ ആ കുഞ്ഞെ കൊച്ചില്ല ഋതപ്പൻ, എനിക്ക് ആ കുഞ്ഞിൻ്റെ കാര്യം കേട്ടോ സങ്കടം. കാരണം ഈ അമ്മയും മകനും തമ്മിൽ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ പോരു കൊള്ളുന്നത് അവരെന്തിൻ്റെ പേരിലാണ് തുടങ്ങുന്നത്. പേഴ്സണലി അവരുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നെന്ന് ആഴ്ന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ പോയിട്ടില്ല. പക്ഷേ മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ഇൻഷുറൻസ് തുക കിട്ടാനായിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ രേണുവിനോട് വലിയൊരു എമൗണ്ട് കിച്ചു ചോദിച്ചിട്ട് അത് തരാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ സ്വന്തം അച്ഛൻ്റെ പേര് വലിച്ചു കീറി നശിപ്പിക്കുന്നത് കണ്ടിട്ട് അത് സബ്സ്ക്രിപ്ഷൻസ് ആരംഭിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടൊക്കെ കണ്ട് കിച്ചുവിൻ്റെ ഫ്രണ്ട്സിൻ്റെയും അവരുടെ അമ്മമാരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത രീതിയിൽ തൻ്റെ ജീവിതം അങ്ങനെ നശിച്ചു പോകുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു പലരുടെയും ചോദ്യങ്ങളുടെ മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കേണ്ട ഒരവസ്ഥ വന്നത് കൊണ്ടാണോ എന്തോ കിച്ചു പുറത്ത് ഇപ്പോൾ റിയാക്ട് ചെയ്തുകൊണ്ട് കിച്ചു എത്തിയിട്ടുണ്ട്. ഒരാൾ അല്ലെങ്കിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടാണെന്നൊന്നും ഞാൻ ഇക്കാര്യത്തിൽ വിശ്വസിക്കുന്നില്ല. കിച്ചുവിന് തന്നെ തോന്നിയിട്ടായിരിക്കാം, പക്ഷെ ഇത് എന്തിൻ്റെ ബേസിസിലാണെന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും രേണു നാളെ വരുന്നുണ്ട്, നാളെ വരുമ്പോൾ അറിയാം. കിച്ചുവിനോട് എന്തായാലും രേണു നേരിട്ട് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. അമ്മയും മകളും തമ്മിൽ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോയും ഇതിലും നല്ല പാട്ടുകളൊക്കെ ഇട്ട് രേണു അപ്ലോഡ് ചെയ്യും. ഇതുപോലെ ലൈവും കൊണ്ടുവരും. അപ്പോൾ ഡബിൾ സ്റ്റാൻഡുകളും തന്റെ സ്വഭാവങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പലരുടെയും തിരിച്ചറിയാൻ പറ്റും. നമുക്ക് അതിൽ നിന്ന് വിലയിരുത്താം എന്താണ് സത്യം, എന്താണ് നമ്മളെ പറ്റിക്കാണ്ടി ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ അമ്മയും മകനും എന്ത് വെള്ളം ചെയ്തു. പക്ഷെ ഒരു കുഞ്ഞു മകനില്ലേ, സുധിച്ചേട്ടൻ്റെ ചെറിയ മകനില്ലേ, അവന് കിച്ചു എന്ന് വെച്ചാൽ ജീവനാണ്. അതുപോലെ കിച്ചുവിന് അങ്ങനെയാണ്, ഋതപ്പൻ എന്ന് വെച്ചാൽ ജീവനാണ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമ്പോൾ ആ കുഞ്ഞ് മനസ്സിലാക്കി വരുന്ന ഒരു പ്രായമായി അതിൻ്റെ മനസ്സ് എന്തുമാത്രം വേദനിക്കും അറിയുമോ. ആ കുഞ്ഞു മനസ്സൊക്കെ എന്തിനാ വേദനിക്കുന്നത്, കുഞ്ഞു മനസ്സിലേക്ക് എന്തിനെങ്കിലും ഒറ്റപ്പെടുത്തുന്നത്, അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര ഒരു പാവം തോന്നുന്നുണ്ടല്ലോ. ആ കുഞ്ഞിനെ എങ്ങനെ ഓർത്തിട്ട് കോംപ്രമൈസ് എത്ര പേര് സോഷ്യൽ മീഡിയയിൽ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തലപിടിച്ചാലെല്ലാം അറിയിച്ചോളൂ എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആരും കുറ്റപ്പെടുന്നതല്ല കേട്ടോ. ഞാൻ ഒരു മാനുഷിക പരിഗണന വെച്ച് ആ കുഞ്ഞിൻ്റെ മനസ്സോർത്തിട്ട് ഞാൻ പറഞ്ഞാണ്. എന്തൊക്കെയാണ് ആ കുഞ്ഞിൻ്റെ മനസ്സ് ഒന്ന് മനസ്സിലാക്കുക. ആ കിച്ചുവിനെ എന്ന ഒരു വ്യക്തിയെ ആ കുഞ്ഞിനെ എന്തുമാത്രം ഇഷ്ടമാണെന്നാണ്. അവരുടെ വ്ലോഗ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അതൊക്കെ നിങ്ങൾ തല്ലു പിടിക്കുമ്പോൾ പൈസക്ക് വേണ്ടിയിട്ട് തല്ലു പിടിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പോരുവെള്ളി കൊള്ളുമ്പോൾ ചില കുഞ്ഞു മനസ്സിനൊന്നും ഒത്തിരി വാല്യൂ കൊടുക്കാം കേട്ടോ. അവരൊന്നും പ്രതികരിക്കുന്നില്ലെങ്കിൽ അവരുടെ മനസ്സിൽ കെട്ടിക്കിടക്കുന്നുണ്ടാകും. അതായിരിക്കും നാളെ അവർ വലുതായി കഴിയുമ്പോൾ അത് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. പിന്നീട് ആ സമയത്ത് ഓർത്ത് വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. ഇപ്പോഴേ ആ കുഞ്ഞു മനസ്സിനെ അധികം വേദനിപ്പിക്കാതെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നോക്കുക. ദുബായിലെ എല്ലാ ഇനോഗ്രേഷനും സെലിബ്രേഷനും എല്ലാം കഴിഞ്ഞിട്ട്, ചെമ്പരത്തിയുടെ ബാലീകരണവും എല്ലാം കഴിഞ്ഞിട്ട് രേണുസുതി നാളെ നാട്ടിലേക്ക് എത്താണ്. രേണുസുതിനെ കാത്ത് എത്ര ആൾക്കാരാണ് ദൈവമേ. ഇതിൽ എന്താ പറയുക, നമ്മുടെ മോദി സാറ് വരുമ്പോൾ പോലും ഇത്ര ആൾക്കാർ വെയിറ്റ് നിൽക്കുന്നു എനിക്ക് തോന്നുന്നില്ല. രേണുവിനെ കാത്ത് എത്ര പേരാണ് നിൽക്കുന്നത്. രേണു അതിനൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ പോലെ ഇട്ടിട്ടുണ്ട്. രണ്ടും കൽപ്പിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ രേണുവിന് കുഴപ്പമുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ അടുത്ത മറുപടി ആയിട്ട് രേണു വന്നിരിക്കുക കേട്ടോ. എടി തീർത്താത്തെ, നീ ഒരു ഫോട്ടോ ഇട്ടിട്ട് കുരു പൊട്ടുന്ന ഒരു പൊട്ടട്ടെ എന്ന്. നീ ആരുടെ കൂടെ ഫോട്ടോ ഇട്ടിട്ട് കുരു ആരുടെ കൂടെ അല്ല, മകന്റെ കൂടെ, രേണുവിന്റെ മകന്റെ കൂടെയുള്ള ഫോട്ടോ ഇട്ടിരിക്കുന്നത്. എന്ത് കുരു പൊട്ടാനാ, നീ കൊറേ കുറ്റം പറഞ്ഞോണ്ട് നടന്നതല്ലേ. എന്നിട്ട് നീ പോയി ഫോട്ടോ എടുത്ത്. ഇത് ആർക്ക് കുരു പൊട്ടാനാ? എനിക്കോ? എനിക്ക് കോപ്പ് പൊട്ടും കുരു. ആ കണ്ണീര് തുടച്ചിട്ട് പറ. ആ കണ്ണീരൊന്ന് തുടയ്ക്കുക, ആരും അറിയിക്കല്ലേ. മുഖത്ത് അത് തെളിഞ്ഞ് കാണുന്നുണ്ടോ സങ്കടം. എനിക്കറിയാം രേണു തിരിച്ച് വന്നു കഴിയുമ്പോൾ കിച്ചുവിൻ്റെ കൂടെ ഫോട്ടോന് പകരം വീഡിയോ ഇട്ട് ഒരു അമ്മ മനസ്സ് തങ്ക മനസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ടൊക്കെ ഇട്ട് എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് കിട്ടിയ ഒരു വീഡിയോ രേണു അപ്ലോഡ് ചെയ്യുന്നത് എനിക്കറിയാം. എടി നീയല്ല, നിന്റെ തന്ത വിചാരിച്ചാലും രേണുസുതിയുടെ കുരു പൊട്ടാനില്ല, മനസ്സിലായി? ഇതൊന്നും എന്നെ ബാധിക്കുന്ന കേസേ അല്ല. നീ എന്ത് വേണേലും കാണിക്കണം. മാറ്റവളെ ഷെഫീന ഭയങ്കര സ്നേഹത്തിലാ രണ്ടാളും, ഭയങ്കര സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും.
അപ്പോൾ എന്തായാലും രേണുസുതി നാളെ വരുന്നുണ്ട്. തെളിവുകളൊക്കെ ഓരോരുത്തർ ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ദുബായിൽ അത്രയും തിരക്കിൻ്റെ ഇടയിലും രേണു എല്ലാ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിയിക്കുന്നുണ്ട്. രേണു പുണ്യാളത്തിയാണെന്ന് തെളിയിക്കാൻ താൻ ഭയങ്കര ഡീസൻ്റ് ആണ്, അല്ലെങ്കിൽ തൻ്റെ മകനിൽ നിന്നും തന്നെ അടർത്തിയെടുത്തതാണ് എന്നൊക്കെ കാണിക്കാൻ പലതും കാട്ടിക്കൂട്ടുന്നുണ്ട്. പക്ഷെ പുറത്ത് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറമായിരിക്കും ഉണ്ടാവുക അല്ലേ? നമുക്ക് നോക്കാം. എന്താ ഞാനും കാത്തിരിക്കുകയാണ് രേണുവിൻ്റെ വരവിനായിട്ട്. നമുക്ക് നോക്കാം എന്താണെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അതിന് ഗുരുമന്ത്ര അപ്ഡേറ്റ് ആണ്. ഗുരുമന്ത്രയില് എഡ്യൂക്കേഷൻ ബ്രേസ്ലെറ്റ് ഇന്ന് വരും നാളെ വരും എന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എഡ്യൂക്കേഷൻ ബ്രേസ്ലെറ്റ് എത്തിക്കഴിഞ്ഞു. ഇതാട്ടോ എഡ്യൂക്കേഷൻ ബ്രേസ്ലെറ്റ്. അപ്പം ഇത് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക. വളരെ കുറച്ചുള്ളൂ. വന്നപ്പോൾ തന്നെ ഇത് സ്റ്റോക്ക് ഔട്ടായി. ഞാൻ ജസ്റ്റ് ഒരു സ്റ്റാറ്റസ് ഇട്ടുള്ളൂ, അപ്പോഴേക്കിത് സ്റ്റോക്ക് ഔട്ടായി. അപ്പോൾ ഇത് വേണ്ടവർ പറയാം, ബുക്ക് ചെയ്യാം കേട്ടോ. നമുക്കിത് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10-15 ദിവസമെങ്കിലും എടുക്കും. 4-5 ദിവസമെങ്കിലും മിനിമം ഒരു ഇത് നമ്മുടെ കയ്യിൽ കിട്ടാനായിട്ട് എടുക്കും കേട്ടോ. അപ്പോൾ അത് വേണ്ടവർ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിടാം. ഇത് എഡ്യൂക്കേഷൻ ബ്രേസ്ലെറ്റ് ആണ്. നമ്മുടെ കസ്റ്റമർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ എഡ്യൂക്കേഷൻ ബ്രേസ്ലെറ്റ്. എഡ്യൂക്കേഷൻ ബ്രേസ്ലെറ്റ് സാധാരണയായി പഠനത്തിൽ ശ്രദ്ധയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാനായിട്ടാണ് ഈ ഒരു ബ്രേസ്ലെറ്റ് കുട്ടികൾ ധരിക്കുന്നത്. ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ശ്രദ്ധ വർദ്ധിപ്പിക്കാൻ സഹായിക്കും, പഠനത്തിൽ കൂടുതൽ ഏകാഗ്രത നേടാൻ സഹായിക്കും, ഓർമ്മശക്തി മെച്ചപ്പെടുത്താനും പഠിച്ച കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ ഓർത്തെടുക്കാൻ സഹായിക്കുന്നു, മനഃശാന്തി ലഭിക്കും. അതായത് കുട്ടികൾക്ക് ഈ എക്സാമൊക്കെ ആകുമ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു എക്സാം ടെൻഷനോ ആശങ്കയോ ഒന്നും വേണ്ട. അതൊക്കെ ഈ സ്റ്റോണിലുള്ള എനർജി ഹെൽപ്പ് ചെയ്യും. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും, പരീക്ഷകൾക്കും പഠനത്തിനും കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നു, കുട്ടികൾക്ക് കൂടുതൽ പോസിറ്റീവ് എനർജി, നല്ല ചിന്തകൾ ഇതെല്ലാം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. യഥാർത്ഥത്തിൽ പഠനത്തിൽ പുരോഗതി നേടാൻ നന്നായി പഠിക്കുക, സമയക്രമം പാലിക്കുക, മതിയായ ഉറക്കം, ആരോഗ്യകരമായ ഭക്ഷണം, ഇതിനൊക്കെ വേണ്ട എനർജി ഉണ്ടല്ലോ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ എഡ്യൂക്കേഷൻ ബ്രേസ്ലെറ്റ്. ഇതിലുള്ള സ്റ്റോൺസും അതിനു വേണ്ടിയിട്ട് പ്രത്യേകം പറഞ്ഞ് തയ്യാറാക്കിയിരിക്കുകയാണ്. ഈ താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ കുട്ടികളുടെ പേര് പറഞ്ഞ് അവർ എത്രാം ക്ലാസ്സിലാണോ പഠിക്കുന്നത് അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് റേക്കി എനർജൈസ് ചെയ്തിട്ടാണ് കേട്ടോ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത്. അപ്പോൾ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം. പിന്നെ നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് ആണ്. പിന്നെ ഈ ഒരു പ്രോഡക്റ്റും വന്നപ്പോൾ തന്നെ പോയി ഗൈസ്, തീർന്നു ഗൈസ്. ഇതൊക്കെ ഒന്ന് മനസ്സിലായി കാണുമല്ലോ. ആംഗ്ലറ്റ് ആണ്, പൈറൈറ്റിൻ്റെ ആംഗ്ലറ്റ്. ഞാനിതൊന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കിട്ടില്ല ലുക്കാണ് കേട്ടോ. എന്ത് ഭംഗിയാണെന്നാണ് അറിയോ കാണുന്നത്. ഇത് ഭംഗിയാ കാണാനായിട്ട്. ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യാം. ഇത് കാലിലാണ് ഇടേണ്ടത്. ആംഗ്ലറ്റ് പിന്നെ കാലിലാണല്ലോ. പിന്നെ കയ്യിലിടാൻ താല്പര്യമുള്ളവർക്ക് കയ്യിലും ഇടാം കേട്ടോ. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കയ്യിൽ സിമ്പിളായിട്ട്, ഇത്രയും വലിയ ബ്രേസ്ലെറ്റ് ഒന്നും ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് ഞാനിത് അഴിക്കാം. ഇതേ ഞാൻ ബ്രേസ്ലെറ്റ് ഇങ്ങനെയൊക്കെയാണ് അഴിക്കുന്നത്. ചിലർക്കൊക്കെ പേടിയാ ബ്രേസ്ലെറ്റ് അഴിക്കാനായിട്ട്. എന്തൊരു ചീത്തായി പോവോ പൊട്ടിപ്പോകുമോ ഒന്നും പേടിക്കുന്നത്. ഞാൻ റഫായിട്ടൊക്കെ ഇടുന്നത്. ഇതൊന്നും പൊട്ടിപ്പോകുന്നൊന്നുമില്ല. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇടാം. ഇതൊക്കെ ഇത് ആംഗ്ലറ്റ് ആണ്. ഇത് ആംഗ്ലറ്റ് ആയിട്ട് ഇടാനായിട്ട്, പാദസരായിട്ട് ഇടാനായിട്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ സിമ്പിളായിട്ട് ഒരു കൈ ചെയിൻ കണ്ട നല്ല ഭംഗിയില്ലേ? കൊള്ളാം അല്ലേ? ഇങ്ങനെ കൈ ചെയിൻ സിമ്പിളായിട്ടാണ് ഇടാം കേട്ടോ. ഇനി ഒരുപാട് ബ്രേസ്ലെറ്റ് ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതേപോലെ സിമ്പിളായിട്ട് ഇടാം. ഇത് നമ്മുടെ പൈറൈറ്റിൻ്റെ ആണ്. പൈറൈറ്റിൻ്റെ മാത്രമല്ല നമ്മുടെ എല്ലാത്തിൻ്റെയും കളക്ഷൻ ഉണ്ട്. ഇതാണ് പൈറൈറ്റ് ആംഗ്ലറ്റ്. കാണുന്ന പോലെ തന്നെ മനോഹരമാണ് ഇതിൻ്റെ ഓരോ ഗുണങ്ങളും. ആത്മീയവും ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരുപാട് പേരുടെ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിലൊന്നാണ് നെഗറ്റീവ് എനർജി ഒഴിവാക്കാൻ. പൈറൈറ്റ് ഒരു പ്രൊട്ടക്ഷൻ സ്റ്റോൺ ആണ്. ഇത് ദുഷ്ടപ്രഭാവങ്ങൾ, അതായത് നെഗറ്റീവ് എനർജിയിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നു. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സ്റ്റോണാണ് പൈറൈറ്റ്. ഇത് ധരിക്കുന്നവർക്ക് ആത്മവിശ്വാസവും ധൈര്യവും കൂട്ടാൻ സഹായിക്കുമെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. അതേപോലെ തന്നെ സാമ്പത്തിക സമൃദ്ധി. പൈറൈറ്റ് മണി സ്റ്റോൺ എന്നും വിളിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമ്പത്ത് ആകർഷിക്കുക, ബിസിനസ്സിന് വിജയം ലഭിക്കുക, അങ്ങനെ പണം നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഈ ഒരു സ്റ്റോൺ സഹായിക്കും. അതുപോലെ തന്നെ ശരീരത്തിലെ എനർജി ലെവൽ കൂട്ടാൻ സഹായിക്കും. മനസ്സിലെ സമ്മർദ്ദം ഉള്ളവരൊക്കെ ഉണ്ടല്ലോ, സ്ട്രെസ്സ്, അത് കുറയ്ക്കാനൊക്കെ ഇത് കാലിൽ ധരിക്കുന്നത് ഒരുപാട് ഗുണകരമാണ്. ഈ പാദസരത്തിലെ സ്റ്റോൺ ഉണ്ടല്ലോ ഭയങ്കര എനർജിയാണ്. ഇത് നമ്മുടെ വലത് കാലിൽ ധരിക്കണം. ഒരൊറ്റ കാലിൽ ധരിച്ചാലും മതി, 2 കാലിലൊന്നും ഇടണമെന്നൊന്നുമില്ല. ഒരൊറ്റ കാലിൽ ധരിച്ചാൽ തന്നെ നമുക്കതിൻ്റെ ഗുണം അറിയാൻ പറ്റും. അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം. ഈ സ്റ്റോൺസ് ഉണ്ടല്ലോ, ഇപ്പം ഞാൻ യൂസ് ചെയ്തപ്പോൾ ഈ സ്റ്റോൺസിൻ്റെ തന്നെ ഇതുപോലുള്ള എല്ലാ സ്റ്റോൺസിൻ്റെയും ആംഗ്ലറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഈ ആംഗ്ലറ്റ് ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ച് കാലിലിടാം. എല്ലാന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞ പോലെ
ഇങ്ങനെ കയ്യിലാല ഭംഗിയാക്കി ഇടാം കേട്ടോ. ഒരു 2-3 ഇതേപോലെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെ വലുതിടാനായിട്ട് താല്പര്യമില്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇടാം. കുറേ സ്റ്റോൺസ് ഉണ്ട്. ഇത് പാരറ്റിൻ്റെ ഒറിജിനൽ സ്റ്റോൺ കേട്ടോ. എഡ്യൂക്കേഷൻ ബ്രേസ്ലെറ്റ് ആംഗ്ലെറ്റ് നമ്മുടെ ഇന്ന് സ്റ്റോക്ക് വന്നിരിക്കുകയാണ്. സീരിയസ്ലി ഗൈസ്, നമ്മൾ ഇട്ടത് മുഴുവനും സ്റ്റോക്ക് ഔട്ടായി. പെട്ടെന്ന് തന്നെ പറയാട്ടോ, ഇത്രയൊക്കെ സ്റ്റോക്കുകളൊക്കെ ഉള്ളൂ. ആ പലർക്ക് കഴിക്കുമ്പോഴൊക്കെ പേടി, പൊട്ടിപ്പോകുമെന്ന്. എൻ്റെ പൊന്ന് ഗൈസ്, ഞാൻ കാണിക്കാൻ നോക്കൂ, നിങ്ങളിടുന്ന നിങ്ങളുടെ അതേ ഇത് തന്നെയാണ് ഞാനും. ഒരു കുഴപ്പവും ഇല്ല, പൊട്ടിയൊന്നും പോകത്തില്ല. ഞാനിങ്ങനെ ഇത്ര റഫായിട്ടാണ് ഞാൻ യൂസ് ചെയ്യണത്. ഞാൻ രാവിലെ എപ്പോഴൊന്നും ഇടാറില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന മുമ്പ് ഞാൻ പോയിട്ട് ഇടും. ഇട്ട് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കുക്ക് ചെയ്യാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ഇതിന് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് അങ്ങനെ അഴിച്ചു വയ്ക്കും. പിന്നെ ഞാനിപ്പോൾ വർക്കിന് കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ വീഡിയോ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കൊറിയർ പാക്ക് ചെയ്യുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നിങ്ങളുടെ ഈ സ്റ്റോൺസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ ഞാൻ എൻ്റെ വർക്ക് പരമായിട്ട് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു വർക്കിലോട്ട് ഞാൻ കയറുമ്പോഴാണ് ഞാനിത് ഇടുന്നത്. ഇപ്പോൾ എൻ്റെ എനർജിയും ഇതിൻ്റെ എനർജിയായിട്ട് മാച്ചായി. ഞാൻ എപ്പോഴും ഇടാറുണ്ടെന്ന് വെച്ചാൽ പുറത്തോട്ട് പോകുമ്പോൾ ഞാൻ എന്തായാലും ഇടും. പലരും ആദ്യമൊക്കെ എല്ലാവരും ഇങ്ങനെ നോക്കുമായിരുന്നു, കൈ നിറച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ ആദ്യമൊക്കെ എല്ലാവരും ഇങ്ങനെ നോക്കുമായിരുന്നു. ആ സമയത്ത് എനിക്കൊരു മടി ഉണ്ടായിരുന്നു. പിന്നെ നോക്കിയാലും എനിക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ഞാൻ പോകുക. മുമ്പൊക്കെ പുറത്ത് ഇറങ്ങി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലുണ്ടാവും വരുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട്. നമ്മളൊരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടൊക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് സ്റ്റാറ്റസ് ഇടാം, പുറത്തോട്ടും പോവാം. ഉള്ള ദുഷ്ടദോഷങ്ങൾ അങ്ങനെയൊന്നും ഞാനിപ്പോൾ ഭയക്കുന്നില്ല. ഒരു പക്ഷേ ഇതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എനിക്ക് ഉള്ളത് കൊണ്ടായിരിക്കാം, ഡെഫിനറ്റ്ലി എനിക്ക് ഉള്ളതുകൊണ്ടായിരിക്കും എനിക്ക് എൻ്റെ മൈൻഡിൽ അതുണ്ട്. അപ്പോൾ സീരിയസ്ലി ഗൈസ്, ഇതിന് അത്രത്തോളം പവർഫുൾ ആണ്, അത്രത്തോളം പവർ ഉണ്ട് ഈ ഒരു സ്റ്റോൺ. ഇത് നാച്ചുറൽ സ്റ്റോൺ ആണ്. നാച്ചുറൽ സ്റ്റോൺ എങ്ങനെയാണ് ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു നാച്ചുറൽ സ്റ്റോൺ ഫോം ആവാനായിട്ട് ഒരു 10,000 വർഷമെങ്കിലും പിടിക്കും. ഇതാണ് സ്റ്റോൺ. നിങ്ങളുടെ കയ്യിൽ കിടക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇത് ഈ ഒരു ബ്രേസ്ലെറ്റുകൾ ഉണ്ടാക്കുന്ന ഈ സ്റ്റോൺസ് ഉണ്ടല്ലോ, ഈ സ്റ്റോൺസ് ഇതിൻ്റെ ഇതാണ് കല്ല് കേട്ടോ. ഇതാണ് ആ ഒരു കല്ല്. ഈ കല്ലിൽ നിന്നുമാണ് നമ്മൾ ഇതേ രീതിയിൽ ബീഡ്സ് ആക്കി എടുക്കുന്നത്. ബീഡ്സ് ആക്കി എടുത്ത് ഇതേപോലെ ത്രെഡിൽ പുറത്ത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്ന ബ്രേസ്ലെറ്റ് ഇതേപോലുള്ള സ്റ്റോൺ ആണ്. പ്യുവർ സ്റ്റോൺ ആണ് ഇത്. കണ്ടോ, നിങ്ങൾ നോക്കൂ, ഇത് ഒറിജിനൽ സ്റ്റോൺ ആണ്. ഇത് ഞാനിപ്പോൾ പൊട്ടിച്ച് വെച്ചേക്കാണ്. ഇതിൻ്റെ ഉള്ളിലുള്ളത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഒറിജിനൽ സ്റ്റോൺ ആണ് ഇത്. ക്ലിയർ കോട്ട്സിൻ്റെ സ്റ്റോൺ ആണ് കേട്ടോ. ക്ലിയർ കോട്ട്സ് ബ്രേസ്ലെറ്റ് ഇല്ലേ, സ്റ്റോൺ ഇല്ലേ, അതിൻ്റെ കല്ലാണിത്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. എന്താ നോക്കില്ല, എന്ത് ഭംഗിയാണ് കാണാൻ. ഭംഗി ഇതൊക്കെ ഈ കല്ലായിട്ട് കാണുമ്പോഴല്ലോ എന്ത് രസമെന്ന് അറിയോ. അമത്യസ്റ്റിൻ്റെ ഒക്കെ ഉണ്ട്, എന്ത് രസം. ഒരു വയലറ്റ് കളറായിട്ട് ഇതുപോലെയുള്ള കല്ലുകൾ. ഇതിൽ നിന്നുമാണ് ഗൈസ് നമ്മൾ ഇതുപോലുള്ള ബീഡ്സ് ആക്കിയിട്ട് ബ്രേസ്ലെറ്റ് ആക്കുന്നത്. ഈ കല്ലാണ്, ഇത് ക്രിസ്റ്റൽ കോട്ട്സിൻ്റെയാണ്. ഇതേപോലെ ഓരോന്നിൻ്റെ ഉണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ കല്ലുകളായിട്ട് വേണോ? കല്ലുകളായിട്ട് വീട്ടിൽ വെക്കാം. നമുക്ക് എനർജൈസ് ചെയ്തിട്ട് കല്ലുകളായിട്ട് വീട്ടിൽ വെക്കണമെങ്കിൽ കല്ലുകളായിട്ട് വീട്ടിൽ വെക്കാം. ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും, നമുക്ക് അതിൻ്റെ പോസിറ്റിവിറ്റി കിട്ടുകയും ചെയ്യും. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കല്ല് കാണിച്ചാണ് കേട്ടോ. ഇതേപോലെ ഒരുപാട് വലിയ കല്ലുകളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ സ്റ്റോൺ ആക്കി ബ്രേസ്ലെറ്റ് ആക്കുന്നത്. ഒറിജിനൽ സ്റ്റോൺ ആണ്, ഒറിജിനൽ ബ്രേസ്ലെറ്റ് ആണ്. ഒറിജിനൽ സ്റ്റോൺസ് കൊണ്ടാണ് നിങ്ങളുടെ കയ്യിലുള്ള ഓരോ ബ്രേസ്ലെറ്റും ഗുരുമന്ത്രിൽ നിന്ന് അയക്കുന്നത്. ഇതിപ്പോൾ ഞാനിവിടെ ഫോട്ടോസ് വീഡിയോസ് കാണിച്ചത് നിങ്ങൾ ആണ്, ഇതാണെന്നൊക്കെ പറയും. അതുകൊണ്ടാണ് ഞാനിത് എൻ്റെ കൈ കൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ട് കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇതേപോലെയുള്ള ഓരോ സ്റ്റോൺസ്. ഇപ്പോൾ ലാപ്പീസിൻ്റെ ആണെങ്കിലും സൺസ്റ്റോൺ ആണെങ്കിലും ഇങ്ങനെയുള്ള ഒരുപാട് സ്റ്റോൺ. ഇതൊക്കെ ഈ സ്റ്റോൺസ് ഒക്കെ ഉണ്ടല്ലോ ഫോമായിട്ട് വരാനായിട്ടൊരു 10,000 വർഷങ്ങളെങ്കിലും വേണ്ടി വരും ഈ ഒരു സ്റ്റോൺസൊക്കെ ഇതിൽ ഫോമായിട്ട് വരാൻ. അപ്പോൾ അത്രത്തോളം എനർജി ഉണ്ടാവും ആ സ്റ്റോൺസിന്. അങ്ങനെയുള്ള സ്റ്റോൺസ് മേക്ക് ചെയ്ത് മെഷീനിലാണ് ബീഡ്സൊക്കെ ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞതാ ബ്രേസ്ലെറ്റ് ആക്കി നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പായിട്ട് റേക്കിംഗ് കൂടി നമ്മൾ എനർജൈസ് ചെയ്യും. അതായത് ഈ സ്റ്റോൺസിൻ്റെ പവറും നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് യൂണിവേഴ്സിൽ നിന്നുള്ളൊരു പവർ എടുത്തിട്ട് റേക്കിംഗ് കൂടി എനർജൈസ് ചെയ്യും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ആവശ്യമൊക്കെ പറഞ്ഞ് എനർജൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈക്ക് ആ ഒരു ഫീല് കിട്ടും, നല്ല രീതിയിലുള്ള ഫീല് കിട്ടും. അപ്പോൾ നമുക്കറിയാം ആൾക്കൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത്. പിന്നെ ഒരുപാട് പേര് പറഞ്ഞു ഈ ബ്രേസ്ലെറ്റ് കൈ കഴിക്കാൻ നിങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. പേടിക്കേണ്ടത് ഇങ്ങനെ അയച്ചോ, ഒരു കുഴപ്പമില്ല, അഴിച്ചെടുത്തോ. ഇങ്ങനെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പൊട്ടിപ്പോവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു നൂല് കിട്ടും, ത്രെഡ് കിട്ടും. ഈ ത്രെഡ് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ അത് ഞാൻ അയച്ചു തരാം. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ആ ത്രെഡും കൂടി അയച്ചു തരാം.
അല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ത്രെഡ് കണ്ടോ, ഈ ത്രെഡിൽ 2 3 4 താഴെയായിട്ട് എടുത്തിട്ട് സ്ട്രിപ്പ് ഇതായിട്ട് എടുത്തിട്ട് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് ഈ ബ്രേസ്ലെറ്റിൽ നൂല് ഇങ്ങനെ കോർത്ത് ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ബ്രേസ്ലെറ്റ് ആയിട്ട് എടുക്കാം. ഇത് പൊട്ടിയൊന്നും പോകത്തില്ല കണ്ടോ. ഇങ്ങനെയുള്ള ത്രെഡ് വെച്ച് തന്നെയാണ് നിങ്ങളുടെ ഇതും നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പൊട്ടിപ്പോകുന്നൊരു പേടി വേണ്ട. അഥവാ പൊട്ടിപ്പോവാണെങ്കിൽ ഇതേപോലെ ത്രെഡിൽ ഇട്ടാൽ മതിന്നേ കേട്ടോ. ആരും അതോർത്തിട്ട് ആരും ടെൻഷൻ അടിക്കില്ല. ഒരുപാട് പേര് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ വീഡിയോയിൽ. നിങ്ങൾ വാങ്ങിച്ചിരിക്കുന്ന ബ്രേസ്ലെറ്റുകൾ ഇതേപോലുള്ള സെലനൈറ്റ് പ്ലേറ്റിലൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എനർജൈസ് ചെയ്യാം. ഒരുപാട് സെലനൈറ്റ് പ്ലേറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർ ഇത് മേടിക്കാം. വലിയ റേറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ ഇതിന്. ഇതിൻ്റെ മുകളിൽ രാത്രി കൊണ്ടുപോയി വെച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പോസിറ്റിവിറ്റി വീണ്ടും കൂട്ടാം. ചിലർക്കൊക്കെ ഉണ്ട് എന്ത് ചെയ്യും, നമുക്ക് ഉപ്പുവെള്ളത്തിലിടണോ, സൺലൈറ്റ് കാണിക്കണോ, ഫുൾ മൂൺ വരുന്നത് നോക്കി നിൽക്കണോ എന്നൊക്കെ. അങ്ങനെയൊന്നും വേണ്ടത്. ഈ ഒരു പ്ലേറ്റും കൂടി ഇട്ടിട്ട് ചോദിച്ച് മേടിച്ചാൽ മതി. ഈ ഒരു പ്ലേറ്റും കൂടി ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് നിങ്ങൾക്ക് ഇത് ചാർജ് ചെയ്തെടുക്കാം. സെലനൈറ്റ് പ്ലേറ്റ് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു പ്ലേറ്റാണ് കേട്ടോ. ഒരു ചാർജിങ് മെഷീനായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പ്ലേറ്റിനെ കാണാം. അതായത് നമ്മൾ വാങ്ങിയിട്ടുള്ള അല്ല നമ്മുടെ കയ്യിലുള്ള മറ്റ് ക്രിസ്റ്റലുകളുണ്ടല്ലോ, അതൊക്കെ ശുദ്ധീകരിക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലേറ്റ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ മറ്റ് ബ്രേസ്ലെറ്റുകൾ വെക്കാം. അപ്പോൾ വെച്ചിരിക്കുന്ന ആ ബ്രേസ്ലെറ്റിൻ്റെ എല്ലാ എനർജി ക്ലീൻ ആവും. റേക്കി എനർജൈസ് ചെയ്തിട്ടാണല്ലോ നിങ്ങളുടെ കയ്യിലേക്ക് ഈ ഒരു ബ്രേസ്ലെറ്റുകൾ എത്തിക്കുന്നത്. അപ്പോൾ പുറത്തോട്ടൊക്കെ പോയി കഴിയുമ്പോഴോ അല്ലെങ്കിൽ പീരീഡ്സ് ആകുമ്പോഴോ അതല്ലെങ്കിൽ നമ്മൾ മരണ വീട്ടിലോ ഹോസ്പിറ്റലോ ഒക്കെ പോയി വരുമ്പോൾ അതിൻ്റെ എനർജിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഏറ്റക്കുറവുകൾ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ഒരു വിഷമോ മനസ്സിലൊരു ബുദ്ധിമുട്ടോ തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലേറ്റിൽ വെച്ച് അതിൻ്റെ എനർജി നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അതിനാണ് ഈ ഒരു പ്ലേറ്റ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ ബെഡ്റൂമിൽ വെച്ചാൽ തന്നെ ഉണ്ടല്ലോ ആ ഒരു അന്തരീക്ഷം വളരെ പോസിറ്റീവായിരിക്കും. ഈ ഒരു സെലനൈറ്റ് പ്ലേറ്റ് ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലില്ലേ അതിൻ്റെ സമീപത്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. വീട്ടിലേക്ക് പല ആൾക്കാരും വരുമല്ലോ, പല എനർജിയും ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ, നമ്മുടെ വീട് എപ്പോഴും നല്ല ക്ലീനായിട്ട് പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ഈ ഒരു പ്ലേറ്റ് പ്രധാന വാതിലിൻ്റെ സൈഡിൽ വെച്ചാൽ മതി. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിടപ്പുമുറിയിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ സൈഡിൽ വെക്കാം. ഒരുപാട് അടുത്തൊന്നും കൊണ്ടുപോയി വെക്കേണ്ട, റൂമിൽ എവിടെയെങ്കിലും വെച്ചാൽ മതി. അതിനാണ് നമ്മൾ ഈ ഒരു പ്ലേറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ. ഇന്ന് രാത്രി വെച്ചിട്ട് പോയാൽ നാളെ രാവിലെ ആകുമ്പോഴേക്കും നിങ്ങളുടെ ബ്രേസ്ലെറ്റിൽ ഏറ്റിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോണിലുള്ള എല്ലാ നെഗറ്റീവ്സും മാറി നല്ല സ്റ്റോണിൻ്റെ എനർജിയൊക്കെ നല്ല രീതിയിൽ ബൂസ്റ്റപ്പ് ആയിട്ടുണ്ടാവും. ഇത് ധൻയോഗ് പിരമിഡ് ആട്ടോ. ഇത് ഞാൻ കൂടുതൽ പറയുന്നത് പണത്തെ ആകർഷിക്കാനായിട്ട് നമ്മുടെ വീട്ടിലോ നമ്മുടെ ഓഫീസിലോ ഇതങ്ങോട്ട് വെക്കുക. ധനത്തെ ആകർഷിക്കുന്ന എല്ലാ സ്റ്റോൺസ് ഉണ്ടാവും. ധൻയോഗ് പിരമിഡ്, ഈ ഒരു പിരമിഡ് ഉണ്ടല്ലോ വളരെ പോസിറ്റീവ് എനർജി നമുക്ക് തരുന്ന ഒരു പിരമിഡാണ് കേട്ടോ. പോസിറ്റീവ് എനർജി മാത്രമല്ല പൈസ, അതായത് പണം നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന എല്ലാ സ്റ്റോൺസും ഈ ഒരു പിരമിഡിലുണ്ട്. ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലോ വീട്ടിൽ പണം വരാനോ ഒക്കെ നമുക്ക് വീട്ടിൽ വെക്കാം, ഓഫീസിൽ വെക്കാം. വീട്ടിലെ എനർജി ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പിരമിഡാണ്. അതുപോലെ തന്നെ വളരെ പോസിറ്റീവ് വൈബ് നമ്മളിലേക്ക് ഉണ്ടാക്കുന്നു. ഇത് ബെഡ്റൂമിൽ വെക്കുകയാണെങ്കിൽ ഉറക്കക്കുറവുള്ളവരൊക്കെ ആണെങ്കിൽ ആ ഒരു കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ തരാനായിട്ട് ഈ ഒരു പിരമിഡ് ഹെൽപ്പ് ചെയ്യും. പണത്തെ അട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് മെയിനായിട്ട്. നമ്മുടെ ഓഫീസിൽ കൊണ്ടുപോയൊക്കെയാണെങ്കിൽ പണത്തെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറെ പ്രത്യേകത. നമ്മുടെ വീടുകളിലൊക്കെ വെക്കുകയാണെങ്കിൽ ധനത്തെ നമ്മളെ ആകർഷിച്ച് കൊണ്ടുവരും നമ്മുടെ വീടുകളിലേക്ക്. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് വെക്കുകയാണെങ്കിൽ നല്ല കോൺസെൻട്രേഷൻ കിട്ടും. നമ്മുടെ ബെഡ്റൂമിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ബെഡ്റൂമിൽ നമ്മുടെ സൈഡ് ടേബിളിലെ ആ സൈഡ് ടേബിളിൽ വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഇടങ്ങൾ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു പിരമിഡ് വെക്കാം. നമ്മൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടികളുടെ സ്റ്റഡി ടേബിളിൽ വെക്കുകയാണെങ്കിൽ അവർക്ക് ഫോക്കസ് കിട്ടും. ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യാനും കോൺസെൻട്രേഷനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റോൺസ് ഇതിനകത്തുണ്ട്. മെയിനായിട്ട് പണത്തെ ആകർഷിക്കാനാണ് കേട്ടോ. ബിസിനസ്സുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വെക്കുക അല്ലെങ്കിൽ ഓഫീസിൽ വെക്കുക. പണത്തെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു മണി മാഗ്നറ്റ് പിരമിഡാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. പെട്ടെന്ന് തന്നെ ഇതാ താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ. മണി മാഗ്നറ്റിൻ്റെ ഒരു ബ്രേസ്ലെറ്റ് ഇടുന്നില്ലേ, ബ്രേസ്ലെറ്റ് ആയിട്ട് ഇടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ ഇതാ ഈ ഒരു ഇത് കൊണ്ടുപോയി വെച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാബിൽ ഇത് വെച്ചാൽ മതി, അല്ലെങ്കിൽ വീട്ടിൽ ഇത് വെച്ചാൽ മതി. ഇത് പണത്തെ ആകർഷിക്കുന്ന പിരമിഡാണ് കേട്ടോ. മണി മാഗ്നറ്റിലുള്ള എല്ലാ സ്റ്റോൺസാണ് ഇതിനകത്തുള്ളത്. ധൻയോഗം കിഡിലാണ്. വേണ്ടവർ ഇത് കാണുന്ന വാട്സപ്പ് നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ. അതേപോലെ തന്നെ പണത്തെ ആകർഷിക്കുന്ന മറ്റൊരു ഇതാണ് ലക്ഷ്മി പിരമിഡ്.
ഇത് നിങ്ങളുടെ വീട്ടിൽ വെച്ചാൽ മഹാലക്ഷ്മി നമ്മുടെ വീട്ടിലേക്ക് സ്ഥിരമായിട്ടിരിക്കും എന്ന് പറയല്ലേ. മഹാലക്ഷ്മി സ്ഥിരമായിട്ട് ഒരു വീട്ടിലിരിക്കില്ല എന്ന് പറയും. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. മഹാലക്ഷ്മി എപ്പോഴും പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കണം നമ്മൾ. അപ്പോഴാണ് പൈസ കൂടുതൽ വീട്ടിലേക്ക് വരാമെന്ന് പറയും. പണ്ടുള്ളൊരു പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ മഹാലക്ഷ്മിയെ വീട്ടിൽ തന്നെ ഇരുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് വേണ്ടവർ ഇത് ചെയ്യാം. ലക്ഷ്മി പിരമിഡ് ധനത്തിനെയും സമൃദ്ധിയെയും ആകർഷിക്കാനായിട്ട് വീട്ടിൽ സമ്പത്തും സാമ്പത്തിക സ്ഥിതിയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പിരമിഡാണ് കേട്ടോ ഇത്. പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കാം, വീട്ടിലെ നെഗറ്റീവ് എനർജി നീക്കം ചെയ്ത് നല്ല വൈബ്സ് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പിരമിഡാണ്. ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിലും ഇപ്പോൾ നമ്മുടെ ഷോപ്പിലുണ്ടല്ലോ, ഇപ്പോൾ ഷോപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ അവിടെ വെക്കാം, അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിൽ ഓഫീസിൽ കൊണ്ടുപോയി വെക്കാം. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ലക്ഷ്മി പിരമിഡ് നിങ്ങളുടെ കയ്യിലുണ്ടാവുകയാണെങ്കിൽ എപ്പോഴും ഒരു ലക്ഷ്മി പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ പണത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വീട്ടിൽ വെക്കുകയാണ്, മെയിനായിട്ട് ഇത് നമ്മുടെ വീട്ടിൽ വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ വീട്ടിലെ സമാധാനം സന്തോഷവും നിലനിർത്താനായിട്ട് നമുക്ക് സഹായിക്കും. ലക്ക് അട്രാക്റ്റ് നമ്മളെ കൊണ്ടുവരും. അതായത് ഭാഗ്യമല്ലേ, ഭാഗ്യവും അവസരങ്ങളും വർദ്ധിപ്പിക്കാൻ സഹായിക്കും. എവിടെ വെക്കണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിൽ എവിടെ വേണമെങ്കിലും വെക്കാം. അല്ലെങ്കിൽ വീട്ടിൻ്റെ പ്രധാന ഭാഗത്തില്ലേ അവിടെ വെക്കുകയാണെങ്കിൽ വെൽത്ത് എനർജി അട്രാക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ഓഫീസിലൊക്കെയാണ് നിങ്ങൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ക്യാഷ് കൗണ്ടർ ഇല്ലേ, ആ ക്യാഷ് കൗണ്ടറിൻ്റെ ഡെസ്കിൻ്റെ മുകളിൽ വെച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഫിനാൻഷ്യൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയയില്ലേ, നമ്മൾ പണിയെടുക്കുന്ന ഏരിയ അവിടെ കൊണ്ടുപോയി വെക്കാം. ഇത് അതേപോലെ തന്നെയുള്ളതാണ് ഇത്. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ. ഇത് നല്ല ഇത് സീരിയസ്ലി ഇത് നോക്കിക്കൊണ്ടിരിക്കാൻ തന്നെ എന്ത് ഭയങ്കര പോസിറ്റിവിറ്റി കേട്ടോ. നോക്കിക്കൊണ്ടിരിക്കാൻ തന്നെ നമുക്ക്. അപ്പോൾ താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും